സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇപ്പോൾ 2 മാസത്തെ വെക്കേഷന് ശേഷം, അതായത് വിശ്രമത്തിന് ശേഷം, ഞാനിപ്പോൾ വീണ്ടും വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ കാറ്ററാക്ട് സർജറിക്ക് വേണ്ടി ഞാൻ ചെന്നൈയിൽ പോയി കഴിഞ്ഞു. ഞാൻ കേരളത്തിലുണ്ടായിരുന്നില്ല. 1-2 എൻ്റെ മക്കൾ എടുത്തു. അത് ഞാൻ അടുപ്പിൻ്റെ അടുത്ത് പോകാതെയുള്ള വീഡിയോസ് ഇതാണ് എടുത്തത് അവിടെ സമയത്ത്. പിന്നെ ബാക്കിയൊക്കെ പണ്ട് എടുത്ത് വെച്ചിരുന്നതാണ്. പിന്നെ ഇന്ന് അത്താണ്. അത്തത്തിനെ പറ്റി പറയുമ്പോൾ അത്തച്ചമയങ്ങളും അലങ്കാരങ്ങളും എല്ലാം അതിനെക്കുറിച്ച് പറയാൻ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ആ ദുരന്തം ആലോചിക്കുമ്പോൾ എനിക്ക് ഓണത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. വളരെ ദുഃഖകരമായ സംഭവമാണ്. കണ്ണീരൊലിപ്പിക്കുന്ന സംഭവമാണ്. അതിനു മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഓണത്തിന് ഏറ്റവും ആവശ്യമുള്ളത് അത്തത്തിന് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇഞ്ചിത്തൈര്. ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ ഇലയിൽ വിളമ്പാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതായ ഒന്നാണ് ഇഞ്ചിത്തൈര്. എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും ഇഞ്ചിത്തൈരിൽ ഞാൻ സദ്യയില്ല എന്ന് പറയാം. ഒരു വിഭവവും ഇല്ല, ഒരു സാമ്പാർ മാത്രമേ ഉള്ളൂ, എന്നാൽ ഇഞ്ചിത്തൈര് വളരെ സദ്യ കേമായി എന്നാണ് എല്ലാവരും പറയുക. അത്രയും അത്യാവശ്യപ്പെട്ട ഒന്നാണ് ഇഞ്ചിത്തൈര്. അത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഞാൻ ഇനി തുടങ്ങുന്നത് നല്ലൊരു ദിവസമായിട്ട് ഞാൻ തുടങ്ങുന്നത് ആദ്യമായിട്ട് ഇഞ്ചിത്തൈരാണ്. ഇഞ്ചിത്തൈരിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതിൽ ഇഞ്ചിത്തൈരിൽ ആദ്യമായിട്ട് നമുക്ക് ഇടേണ്ടത് ഇഞ്ചി, പച്ചമുളക് കുനുകുനരിഞ്ഞത്. അത് കുറേയൊന്നും വേണ്ട കേട്ടോ, എന്നാലും വേണം, കുറച്ച് വേണം, എന്നാലേ അതിന് ചുണ ഉണ്ടാവുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഉപ്പ് നല്ലോണം വേണം, അതിന് ഉപ്പിട്ടു. ഈ മാത്രം കട്ട തൈരിൽ ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് ഉപ്പ് നമ്മുടെ ഇഞ്ചിത്തൈര് റെഡി. ഇഞ്ചിത്തൈര് തയ്യാറായത് ഇഞ്ചി, പച്ചമുളക് കുരുകുല അരിഞ്ഞത് തൈരിലിട്ട് ഉപ്പിടാത്ത മാത്രമേ ഉള്ളൂ. അതില്ലാത്ത ഒരു സദ്യയില്ല. തൃശ്ശൂർക്കാർക്ക് ഇഞ്ചിത്തൈര് പ്രാധാന്യമേറിയതാണ്. അതാണ് അത്തത്തിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാ കറികളെക്കാളും ടേസ്റ്റ് ഏറിയതാണ് ഇഞ്ചിത്തൈര്.